ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒരു വലിയ ചേഞ്ച് ഒന്നും പറഞ്ഞ് മുങ്ങിയതാണ് ഞാൻ. പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നൊന്നുമില്ല, ഒന്നും പ്രത്യേകിച്ചില്ല, അതുകൊണ്ടാണ് ഒന്നും ഇടാത്തത്. പക്ഷെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സമയം 6:37 എന്തായി. 6 മണിക്കാണ് ഞാൻ അലാറം വയ്ക്കാറ്, 6:30 എണിക്കാറ്. ഇന്നിത്തിരി ലേറ്റാണ്, അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരിക്കും. ഈ വീഡിയോ ഇടുമെന്നോ മൊത്തം എടുക്കുമെന്നോ ഒന്നും അറിയില്ല, എന്നാലും ഞാൻ തുടങ്ങി വയ്ക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പല്ല് തേച്ചു, എന്നിട്ട് റെഡിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. രാവിലെ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അത് സ്പ്രിങ് ആയെന്ന് പറയില്ല, ഭയങ്കര തണുപ്പാണ്. പക്ഷെ എൻ്റെ പൊന്നേ, പോണ വഴികളൊക്കെ ഇതുപോലെ മരത്തിൽ ഫുൾ വെള്ളപ്പൂ, റോസ് പൂ, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗാണ്. വഴിയിൽ മൊത്തം പൂക്കളുണ്ട് നിറഞ്ഞ്. തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ തണുപ്പുണ്ട്, എന്നാൽ തണുപ്പില്ലേന്ന് വെച്ചാൽ തണുപ്പില്ല. ഇപ്പോൾ കുറേയൊക്കെ തണുപ്പായിട്ട് യൂസ്ഡ് ആയി. ഈ മരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വൈറ്റ് ഫ്ലവേഴ്സ്. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി. ഞാനിപ്പോൾ തിരക്കില്ലാത്ത ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. ഇപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരക്കില്ലാത്ത ബസ് റൂട്ട് നോക്കിയിട്ടാണ് കയറാറ്. ബസ്സിൽ കയറി, അത് കഴിഞ്ഞ് കാർഡ് ടാപ്പ് ചെയ്തു, മെട്രോയിലെത്തി. ഈ മെട്രോയിലൊരു നീണ്ട യാത്ര എന്ന് പറഞ്ഞാൽ നീണ്ട യാത്ര തന്നെ. ഞങ്ങളുടെ വീട് ഇത്തിരി ഭയങ്കര ദൂരെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്തിരി വൈകി ഇറങ്ങിയാൽ മതി. അങ്ങനെ ക്ലാസ്സിലെത്തി. അതിൻ്റെ ഇടയിൽ ക്ലൗഡിയ മെക്സിക്കൻ സ്പെഷ്യൽ സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി. എന്നിട്ട് അത് ട്രൈ ചെയ്തു. And this is the sauce. Oh my god. I don't want to make a mess in the table. എന്നിട്ട് അത് ഞാനും ട്രൈ ചെയ്ത് നോക്കി. ഇത് വാട്ടർമെലൺ ഫ്ലേവറിൻ്റെ മുകളിൽ മുളക് പൊടി ഉപ്പും തൂങ്ങിയേക്കണ ഒരു ഐറ്റം. അതൊരു പുളിയുടെ ചാറിൽ മുക്കിയിട്ട് കഴിക്കണം. വാട്ടർമെലൻ്റെ ടേസ്റ്റ് അത്രയും എനിക്കത്ര സെറ്റായില്ലെങ്കിലും, പക്ഷെ ആ പുളിയുടെ സോസ്, എൻ്റെ പൊന്നെ, സീൻ സാധനമായിരുന്നു. എനിക്കതിനകത്ത് 2 സോസ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു സോസ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ഒരു ഹെൽത്തി വൈബാണ്, അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് പച്ചക്കറി അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡാണ്. അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല, ഒരെണ്ണേ കഴിച്ചോളൂ. അത് വല്ലാണ്ട് രാവിലെ തന്നെ എൻ്റെ വയറ് ഭയങ്കര ഒച്ചെടുത്തുകൊണ്ട് ഞാനൊരു ചോക്ലേറ്റ് ലാറ്റയും ഒരു ഇതും വാങ്ങിച്ചു. പിന്നെ ഞാൻ ക്ലാസ് ഇത്തിരി ബോറടിച്ചുകൊണ്ട് ചെസ്സ് കളിച്ചു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നൂഡിൽസ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഏഷ്യൻ സ്റ്റോറിൽ പോയി ഇൻഡോമിൻ എന്ന് പറഞ്ഞ ഇന്തോനേഷ്യൻ നൂഡിൽസ് വാങ്ങിച്ചു. അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ ആദ്യം ക്ലൗഡിയുടെ വീട്ടിൽ വെച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ 2 പേരും ഒരു വീട്ടിലായതുകൊണ്ട് അവൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബസ് കയറി ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിയിലെത്തി. ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി വൈബാണ്. കുറച്ച് പച്ചക്കറി കൂട്ടി കുറച്ച് നടക്കാനൊക്കെ പോയി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 7 മിനിറ്റ് വാക്കുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10,000 സ്റ്റെപ്പൊക്കെ നടക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഷുഗർ കട്ടാണ്. അതുകൂടാണ്ട് പിന്നെന്താ പറയുക, പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ 10-12 ദിവസത്തിന് ശേഷം ഒരു ബ്രേക്കായിട്ട് ഞാൻ ഇന്ന് ചോക്ലേറ്റ് ലാറ്റയും പിന്നെ വേറെന്തോ കഴിച്ചു. പിന്നെ നൂഡിൽസ് കഴിച്ചു. ഞാൻ ഫുൾ ഹെൽത്തി ഫുഡ് മാത്രമാക്കിയൊക്കെയായിരുന്നു 10-12 ദിവസമായിട്ട്. എന്താ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ, പക്ഷേ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ്. ഹലോ ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. ഇത്രയും നേരം നല്ല തണുപ്പായിരുന്നു. ഇപ്പം ആഗ്രഹിച്ച പോലെ വെയിൽ, നല്ല അത്യാവശ്യം നല്ല, നമ്മുടെ നാട്ടിൽ അത്രയല്ല എന്നാലും അത്യാവശ്യം ചൂടുള്ളൊരു വെയിൽ. അപ്പം ഞാൻ കരുതി പുറത്ത് വന്ന് കുറച്ച് വീഡിയോ എടുക്കാം എന്ന്, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന്. കാരണം അകത്ത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൂഡിൽസിൻ്റെ ഒപ്പം ഇതെൻ്റെ ലഞ്ചാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് നൂഡിൽസിൻ്റെ ഒപ്പം ഞാൻ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചു. അവിടെ മുട്ട പൊരിക്കുന്നുണ്ട്, നൂഡിൽസിൻ്റെ മിക്സ് സെറ്റാക്കി. എന്നിട്ട് ഞങ്ങൾ നൂഡിൽസ്, ഒരു ഓംപ്ലേറ്റ്, പിന്നെ മൂവി. എൻ്റെ പൊന്നേ, എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണ്, ഞാൻ ഡയറ്റിലായതുകൊണ്ട് മാക്സിമം കുറേയൊക്കെ കൺട്രോൾ ചെയ്തെങ്കിലും ഈ നൂഡിൽസ് അടിപൊളിയാണ്. എന്ത്
ടേസ്റ്റാണെന്നറിയോ, തിന്നാൽ നമുക്ക് വീണ്ടും 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 തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. എൻ്റെ ഫേവറേറ്റാണ് ഇവിടെ വന്നതിന് ശേഷം. പക്ഷേ ഇപ്പം കഴിക്കാറില്ല. ഇപ്പം എന്തോ കഴിക്കാറില്ല, കാരണം ഡയറ്റ് ആയതുകൊണ്ട്. അങ്ങനെ സിനിമ കണ്ടു, പൊതച്ചു മൂടിയൊക്കെ ഇരുന്നാണ് സിനിമ കണ്ടത്. 6 മണി വൈകുന്നേരം. സൂര്യനെ നോക്കൂ, എവിടെയുണ്ട് സൂര്യൻ? ഓഹ്, കാണാനില്ല, സൂര്യനെ കാണാനില്ല ഗൈസ്. ഉറക്കം വന്നിട്ട് വയ്യ. പിന്നെ ഇനി അടുത്ത വീഡിയോ കാണിക്കാൻ പോണ 200 നോട്ട്, അതെൻ്റെ അല്ല കേട്ടോ, ആരുടെയെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോൾ 200 നോട്ട്, 20 നോട്ട്. ഫ്രാൻസിൽ നമ്മുടെ ഗാന്ധിജിയെ കണ്ടപ്പോൾ എന്തൊരു സമാധാനം. നാട്ടിൽ എന്തൊരു ചിലവുറവായിരുന്നു. സിനിമ കണ്ടത് കഴിഞ്ഞു, എല്ലാവരും പോയി. പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, അനക്കിയിട്ടില്ല ഞാൻ ഫുഡ് കഴിച്ച എൻ്റെ ബൗള്, കപ്പ്, എൻ്റെ കുപ്പി, ഇതൊക്കെ കുയ് 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 കുയ്. ഡിഷ് വാഷർ ഫുള്ളാണ്. ഡിഷ് വാഷറിന് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ വീണ്ടും ഡിഷ് വാഷറിലിടാൻ. ഇവിടെ എല്ലാവരും ഡിഷ് വാഷറിലിട്ട് മാത്രമേ കഴുകാറുള്ളൂ, കാരണം അങ്ങനെ കഴുകണം എന്നാണ് ഈ വീടിൻ്റെ ഓണർ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഞാനാണ്, ഇപ്പോൾ ഇത് കണ്ടെങ്കിൽ ഞാൻ എടുത്തു വയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ റൂംമേറ്റ് എടുത്തു വയ്ക്കും, അല്ലെങ്കിൽ ഓണർ എടുത്തു വയ്ക്കും. ഞങ്ങൾ മാറി മാറി ചെയ്യാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാനാണ്, എൻ്റെ പാത്രങ്ങളാണ് മെയിനായിട്ട് അവിടെ ബേസിലുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഇന്നത്തെ ഡിന്നർ കഴിക്കുന്ന സമയം എന്തൊരു വെയിൽ നോക്കണ്ട. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ടാവും, 7 മണി ആവാറായിട്ടുണ്ടാവും, രാത്രി 7 മണി. ഇതാണ് എൻ്റെ ഡിന്നർ. വെജീസ്, പ്രോട്ടീൻ, ഇതെനിക്ക് എരിവിന്. സോസുകളുടെയും കപ്പുകളുടെയും നോക്കണ്ട, ഭയങ്കര വൃത്തികേടാക്കി ഇട്ടേക്കാണ് ഞാൻ. എന്നാലും ഇന്ന് കുറച്ച് ഞാൻ വൃത്തിയാക്കി ഇട്ടതുണ്ട്, കുഴപ്പമില്ല. ഞാൻ സലാഡ് എടുക്കാൻ മറന്നുപോയി. നമുക്ക് പോയിട്ട് സലാഡും കൂടി എടുത്തിട്ട് വരാം. ഇപ്പം എല്ലായി. സലാഡ്, കൊണ്ടുമുളക്, കോളിഫ്ലവർ, എൻ്റെ പ്രോട്ടീൻ, പിന്നെ ബീഫ് അച്ചാറൊക്കെ തീർന്ന് കണ്ട. 2 വെളുത്തുള്ളി കിട്ടുമായിരിക്കും, ആ വെളുത്തുള്ളിയും കൂട്ടി കഴിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇതെന്താ മലയോ? ചോറ് കുറച്ചേ ഉള്ളൂ, പച്ചക്കറി കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഈ വാല എങ്ങനെയുണ്ട്? ഞാൻ ഇടയ്ക്ക് വെച്ച് വെട്ടിക്കളഞ്ഞത്. പിന്നെന്താ, കുറേ നാളായിട്ട് എന്താ കാണാഞ്ഞേ? ഞാൻ ഇടയ്ക്കൊന്ന് നാട്ടിൽ പോയി, പുതിയൊരു മാറ്റം എന്ന് പറഞ്ഞ് മുങ്ങിയതാണ്, പിന്നെ ഇപ്പോഴാണ് പൊങ്ങുന്നത്. എനിക്കെന്താ വീഡിയോ എടുക്കും, നാട്ടിൽ പോയി വന്നതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊരു മൂഡിലായിരുന്നില്ല. ഞാൻ നാട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു, ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീഡിയോ തുടങ്ങി. പാക്ക് ചെയ്യണതൊക്കെ വീഡിയോ എടുത്തെന്ന് തോന്നണു. പക്ഷെ ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു നാട്ടിൽ പോകാൻ നേരത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഉന്തി തള്ളി നാട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്ലൈറ്റ് ഒരെണ്ണം ക്യാൻസലായി, എന്നിട്ട് ഫ്ലൈറ്റ് ഡിലേ ആയി. അതുകൊണ്ട് ഞാൻ നാട്ടിൽ 2:30 നാട്ടിലെത്തേണ്ട ഞാൻ എത്തിയത് രാത്രി 8:30 9 മണിക്ക് എങ്ങാണ്ടാണ്. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞത് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പം അവൻ വീട്ടിൽ കള്ളമൊക്കെ പറഞ്ഞ് വന്ന്, ഞങ്ങൾക്ക് അന്ന് രാത്രി ആയതുകൊണ്ട് എവിടെയും പോയില്ല ഞങ്ങൾ. കാരണം ഉത്സവത്തിന് വേണ്ടിയിട്ടാണല്ലോ പോയത്. അതിനേറ്റവും വലിയത് ഉത്സവത്തിന് പോണോണ്ട് കറക്റ്റ് എൻ്റെ പീരീഡ്സിൻ്റെ ടൈമായിരുന്നു. ശരിക്കും ഞാൻ ടിക്കറ്റ് 4 മാസം മുന്നേ ബുക്ക് ചെയ്തത്.
ടിക്കറ്റ് 4 മാസം ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ടൈം പീരീഡ്സ് അല്ല, കറക്റ്റായിട്ട് എൻ്റെ പീരീഡ്സ് ഡിലേ ആയി കറക്റ്റ് ഈ ഡേറ്റ് വന്നു. അതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് ഡൽഹി എയർപോർട്ടിൽ നിന്ന് പീരീഡ്സ് ഡിലേ ആവണതിൻ്റെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചിട്ടുണ്ടായി. പക്ഷെ എൻ്റെ പൊന്നി ആ ടാബ്ലറ്റ് കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ എന്നോട് മെഡിസിൻ വല്ലതും എടുത്തിട്ടുണ്ടോയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖമൊക്കെ വീർത്ത് കൈയൊക്കെ തവളക്കൈയായിരുന്നു. എൻ്റെ ഈ കുഞ്ഞ് കൈയൊക്കെ തവളക്കൈയായിരുന്നു നാട്ടിലായിരുന്നപ്പോൾ. കാലിൽ മുടന്ത് പോലെ നീര് വന്ന്, തവള പോലെ നീര് വന്ന്, മേല് ഫുള്ള് നീര് വന്ന്, മുഖത്ത് മൊത്തം നീര് വന്ന്. ഞാനിവിടെ നിന്ന് ക്ഷീണിച്ചെന്നെല്ലാവരും പറയുമല്ലോ എന്ന് ചോദിച്ചു പോയ ഞാൻ വണ്ണം വെച്ച് തൊടുത്തല്ലോ എന്ന്, തൊടുത്തത് എന്താണെങ്കിലും വണ്ണം വെച്ച് തൊടുത്തല്ലോ എന്ന് കേൾക്കേണ്ടി വരണ്ട അത്രയും 74 കിലോ. പിന്നെ അവിടെ ചെന്നിട്ട് 8 ദിവസത്തെ തീറ്റയും കൂടി ഉണ്ട് അതിൽ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് പിറ്റേ ദിവസം എന്തോ വെയിറ്റ് നോക്കിയപ്പോൾ 74 കിലോ. സോ ബാഡ്. പിന്നെ തിരിച്ച് വന്നതിൻ്റെ വിഷമമൊക്കെ മാറാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനുണ്ടായില്ല. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം ചില ക്രീമികളുണ്ട്. ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയണവർ. അങ്ങനെ കുറേ ആൾക്കാർ എന്നെപ്പറ്റും എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി നേരിട്ടല്ല, പറയാനുണ്ടാവുമല്ലോ. പിന്നെ അവർ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തേ എന്ന് അവർക്ക് തോന്നണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇടുമായിരിക്കും, എനിക്കറിയില്ല, എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. പിന്നെ എനിക്ക് ആദ്യം എൻ്റെ ഐഫോൺ ഉണ്ടായിരുന്നു, എൻ്റെ സെക്കൻഡ് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചാർജ് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ സെക്കൻഡ് ഫോൺ യൂസ് ചെയ്യായിരുന്നു, എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ, എൻ്റെ OnePlusൻ്റെ ഫോൺ യൂസ് ചെയ്യായിരുന്നു. അതൊരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് ഇവിടെ വെച്ച് തന്നെ. ഞാൻ ഈ വീട്ടിലേക്ക് മാറുന്നതിനൊക്കെ മുന്നേ ഞാൻ എന്തെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്താണ് അത് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അതിന് ഡിസ്പ്ലേ പോയി. ഇപ്പം എനിക്ക് ഈ ഒരു ഫോണേ ഉള്ളൂ. അപ്പം ഞാൻ പോകുമ്പോൾ ഈ ഫോണിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചാർജ് സീനാണ്. പിന്നെ ഇപ്പം ഇവിടെ തണുപ്പ് 13, 11, 8 ഡിഗ്രി 7 ഡിഗ്രി അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഇങ്ങനെ. ഇപ്പം ഞാൻ ഭയങ്കര അത്ര യൂസ്ഡ് ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം യൂസ്ഡായി. വന്നതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് യൂസ്ഡായി. പിന്നെന്താ പറയാൻ വന്നേ, അപ്പോൾ അതുകൊണ്ട് ഐഫോൺ മാത്രമേ ഉള്ളൂ. ഞാനിതിൽ വീഡിയോ എടുത്താൽ ചാർജ് ഉണ്ടാവില്ല. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണിലെടുക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക്കലി ഗൂഗിളിലേക്ക് ബാക്കപ്പ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ വലിയ വലിയ വീഡിയോസ് ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആക്കാൻ നടക്കണം. അത് ഭയങ്കര ചടങ്ങാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ ഈ കുത്തിന്ന് ഡിലീറ്റ് ആക്കാൻ. അങ്ങനെയൊക്കെ എനിക്കായിട്ട് മടി പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. എനിക്ക് മൂടുണ്ടായില്ല, ഞാനിട്ടില്ല. കാണുന്നവരുണ്ടാവായിരിക്കും. കഴിഞ്ഞ വീഡിയോ 108 പേര് കണ്ടിട്ടുണ്ട്. ഈ 108 പേര് ആരാന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ കെട്ടിയവനും കാണുന്ന മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി ആരാണെന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും താങ്ക് യു. ഇനിയിപ്പോൾ ഇതുപോലെ ആണ്ടിലും നൂറ്റാണ്ടിലൊക്കെ വരാം. സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് കാര്യമായിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ എന്തോന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണിക്കുക, ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ മാസത്തിലൊരിക്കലും എങ്ങാനും വന്ന് എൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ വീഡിയോ എടുത്ത് എനിക്കൊരു ഓർമ്മയ്ക്കായിട്ടിടാം. കാരണം ഇതൊന്നും ഇപ്പം രസം ഉണ്ടാവില്ല. ഞാൻ എഴുതി വച്ചിരുന്ന കുറേ ബുക്കുകളും ഡയറികൾ അതൊക്കെ ഞാൻ 7-8 വർഷത്തിന് ശേഷം, 2018 എഴുതി വെച്ച ഡയറി ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. 7-8 വർഷത്തിന് ശേഷം അത് തുറന്നു നോക്കി അത് വായിച്ച് കഴിയുമ്പോൾ അപ്പം എന്താ നടന്നത്, ഒരു പ്രത്യേക ഫീലാണ്. അതുപോലെ ഈ വീഡിയോ ഇപ്പം കാണാമെങ്കിൽ ക്രിഞ്ചായിരിക്കുള്ളൂ. എൻ്റെ വീഡിയോ ഞാൻ കാണുമല്ലോ, ഭയങ്കര ക്രിഞ്ചായിരിക്കുള്ളൂ. കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ക്രിഞ്ചാണെങ്കിൽ കാണണ്ട, അൺഫോളോ അടിക്കുക, കാണാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ ഇടുന്നത് എനിക്കിനിയൊരു 5-6 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഫ്രാൻസിൽ നിന്നൊക്കെ ടാറ്റ ബൈബി പറഞ്ഞ് പോയി വേറെ രാജ്യത്ത് പോയി, അല്ലെങ്കിൽ ഇവിടെ തന്നെ സെറ്റായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയില്ലെങ്കിലും 5 വർഷം കഴിഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഒരു രസമായിരിക്കില്ലേ? രസമാവണം.
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അമ്മേ ഒരേ ആംഗിള് ബോറടിക്കുമെന്തോ എൻ്റെ ഇന്ന് ഇത്രയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാവിലെ എഴുന്നിട്ട് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായില്ല, വഴിന്ന് വന്നതാണ് ഈ പ്ലാനുകളൊക്കെ. വെറുതെ ഇരിക്കാനല്ലോ എന്ന് എഴുതി. ഫുഡ് ഫ്രണ്ടിൽ വെച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കരുത്, സൈഡിൽ വെച്ച് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ ഡ്രസ്സ് മാറി ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ ബൈ ഗൈസ്. ഇനിയൊന്നുമില്ല, കിടന്നുറങ്ങുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ബൈ ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞു. തലമുടി കഴിച്ച് കെട്ടണം. ഡ്രസ്സ് മാറി തലമുടി കഴിച്ച് കെട്ടും. കുറച്ച് നേരം ഫോണിൽ കളിക്കും, കിടന്നുറങ്ങും. കാരണം നാളെ 8 മണിക്ക് 8:20 ക്ലാസ് ഉണ്ട്. അപ്പം എന്തായാലും 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. 6 മണിക്ക് അലാറം വയ്ക്കും, 6:30 എഴുന്നേൽക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. എൻ്റെ ഡേ കഴിഞ്ഞു. ഇനി ഞാൻ കിടന്നുറങ്ങും, ഫോണിൽ കളിക്കും, കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ബൈ.